Hi guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML എങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ എഡിറ്ററിൽ നമ്മുടെ ബോഡിയിൽ വരാം ഇവിടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു h2 ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ എഴുതാം ടേബിൾ. സേവ് ചെയ്യാം, എൻ്റർ അടിക്കാം. ടേബിൾ എഴുതേണ്ട ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ടേബിൾ എന്നൊരു ടാഗ് യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടി ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ടേബിളിൻ്റെ ഹെഡിങ്ങിന് വേണ്ടി. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് TR എന്ന് ടാഗ് യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ആണ്, ടേബിളിൻ്റെ റോ. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ ടേബിൾ കോളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് TH എന്ന ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം നെയിം. വീണ്ടും ഒരു TH ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എഴുതാം കമ്പനി. വീണ്ടും ഒരു ടാഗ് യൂസ് ചെയ്യാം TH. എന്നിട്ട് നമുക്കിവിടെ എഴുതാം ഫോൺ. ഓക്കെ, അപ്പോൾ ഇത് ഹെഡ് ടാഗാണ്, ടേബിളിൻ്റെ ഹെഡ് ടാഗാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ THൻ്റെ അല്ലെങ്കിൽ ഹെഡിൻ്റെ ഈ ക്ലോസിങ് ടാഗിന് ശേഷം നമുക്ക് ബോഡി എന്ന ടാഗ് എഴുതാം. ബോഡി. ഓക്കെ, എന്നിട്ട് ഈ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് TR, വീണ്ടും നമുക്ക് ടേബിളിൻ്റെ റോ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ TR എന്ന ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെഴുതാം TD, അതായത് നമ്മുടെ ടേബിളിൻ്റെ ഡേറ്റ. അപ്പോൾ നമ്മുടെ ഹെഡിൽ നെയിം എന്താണ്? അപ്പോൾ ഈ നെയിമിൻ്റെ ഡേറ്റ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം ബിൽ ഗേറ്റ്സ്. ഓക്കെ, വീണ്ടും ഒരു TD ടാഗ് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം കമ്പനി മൈക്രോസോഫ്റ്റ്. വീണ്ടും എന്താണ് TD ടാഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോൺ നമ്പർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ആദ്യമേ ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, ഇപ്പം നമ്മുടെ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ TH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടേബിളിൻ്റെ ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അതുപോലെ TD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിൽ ഡേറ്റ ഇടാനാണ്. ഓക്കെ, അപ്പോൾ THൻ്റെ ഫോണ്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം സാധാരണ TDയുടെ ഫോണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഫോണ്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് വീണ്ടും കുറച്ച് ഡേറ്റ ഇടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഡിറ്റർ വരാം. എന്നിട്ട് നമുക്ക് ഇവിടെയല്ല, വീണ്ടും നമുക്ക് എന്താ പറയുന്നത്, വീണ്ടും നമുക്കിങ്ങനെ ഡേറ്റ ക്രിയേറ്റ് ചെയ്യേണ്ടത് പകരം നമുക്ക് മറ്റൊരു റോ ക്രിയേറ്റ് ആണ് ചെയ്യേണ്ടത്. എവിടെ ക്രിയേറ്റ് ചെയ്യണം? ഇവിടെ കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ താഴെ TDയിലല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് TRന് ശേഷം, TRൻ്റെ ക്ലോസിങ് ടാഗിന് ശേഷം നമുക്ക് അതിൻ്റെ താഴെയാണ് നമുക്ക് മറ്റൊരു റോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ഇവിടെ ചേഞ്ചസ് ചെയ്യാൻ വേണമെങ്കിൽ സ്റ്റീവ് ജോബ്സ്, എന്താണ് ആപ്പിൾ. ഓക്കെ, സേവ് ചെയ്തു. വീണ്ടും നമുക്കിങ്ങനെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഡേറ്റ വരുന്നതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഡേറ്റാസ് ഇങ്ങനെ ആഡ് ചെയ്യാം. കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡേറ്റാസ് ഇങ്ങനെ ടേബിൾ സ്റ്റൈലിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ THൽ നമുക്കൊരു സ്റ്റൈൽ വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കാം. ബോർഡർ 1 പിക്സൽ കൊടുക്കാം. സോളിഡ് കൊടുക്കാം. എന്നിട്ട് എന്താണ് ബ്ലാക്ക് എന്ന് എഴുതാം. സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ടേബിളിൻ്റെ ഒരു കോളത്തിന് ഒരു ബോർഡർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ
ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോർഡർ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇൻലൈൻ സ്റ്റൈലാണ്. ആക്ച്വലി ഇങ്ങനെയല്ല നമ്മൾ ബോർഡർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റൈൽ ചെയ്യേണ്ടത്. നമ്മുടെ HTML എലിമെൻറ്റിന് ഇങ്ങനെയല്ല നമ്മൾ സ്റ്റൈൽ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി നമുക്ക് ഇൻലൈൻ സ്റ്റൈൽ കൊടുക്കാം. പക്ഷേ ഇങ്ങനെയല്ല. സോ നമ്മൾ CSS പഠിക്കുമ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ സ്റ്റൈൽ നമ്മുടെ എലിമെൻറ്റ്സിന് കൊടുക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റൈൽ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സ്റ്റൈലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.